ഹായ് ഗുഡ് മോർണിംഗ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുത്തേക്കാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കാപ്പിക്കുള്ളതാണ് കേട്ടോ. നമ്മുടെ അടുപ്പിൽ വെച്ചിരിക്കുന്ന പാല് കാപ്പിക്കായിട്ട് വെച്ചേക്കാണ്. ഞാൻ ഒരു കാപ്പി പ്രാന്തിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കാപ്പിക്കായിട്ട് വെച്ചേക്കുക. പിന്നെ ഇന്ന് നമ്മൾ കാലത്തുണ്ടാക്കുന്നത് കിണ്ണത്തപ്പം കേട്ടോ. പാർത്ഥന് കിണ്ണത്തപ്പം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പം അപ്പോൾ ഞാനിങ്ങനെ ഒരു കിണ്ണത്തപ്പമായിട്ട് അങ്ങ് ഉണ്ടാക്കിയെന്നുള്ളൂ. അതിനകത്ത് ചേരേണ്ടതൊന്നും ചേർത്തിട്ടൊന്നുമില്ല. അതായത് നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അപ്പത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പം അവനിങ്ങനെ കിണ്ണത്തപ്പം മതിയെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇച്ചിരി അധികമൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു കിണ്ണത്തപ്പം പോണൊക്കെ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പം ആദ്യത്തെ കിണ്ണത്തപ്പം വെന്ത് രണ്ടാമത്തത് ഇങ്ങനെ കോരി അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ തട്ടിക്കൂട്ട് കിണ്ണത്തപ്പം. ഇതാകുമ്പോൾ കറിയൊന്നും വേണ്ട. ഇത് കറിയില്ലാതെ നമുക്ക് കഴിക്കാമല്ലോ, നല്ല ടേസ്റ്റ് അല്ലേ, മധുരമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ അങ്ങനെ അങ്ങ് ഇന്നത്തെ തട്ടിക്കൂട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ കാപ്പി ഉണ്ടാക്കി കേട്ടോ. കാപ്പി അണ്ണനാണെങ്കിൽ വെളുപ്പിനെ എണ്ണീറ്റ് ചായ കുടിക്കാൻ പോയിരുന്നു. അതുകൊണ്ട് ആ കൊച്ചിന് കാപ്പി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും പാത്തമ്മനും വേണ്ടി മാത്രമാണ് കാപ്പി അനത്തിയത്. അപ്പോൾ അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുടിക്കുകയാണ്. ഞാനൊരു കാര്യം കാണിച്ചു തരാം, അടിപൊളിയാണ് കേട്ടോ. ക്ലിയറായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ നിറച്ച് മഞ്ഞാണ് കേട്ടോ, കോടമഞ്ഞ്. ഇപ്പോൾ വൃശ്ചികമാസമൊക്കെ തുടങ്ങാൻ പോവല്ലേ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മഞ്ഞാണ് കേട്ടോ. നല്ല കോടമഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ അതാണ് ഫോണൊക്കെ എടുത്തുകൊണ്ടൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ആൾ ശ്രമിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ കിണ്ണത്തപ്പം കിണ്ണത്തപ്പം കാസറോളിനകത്തത് ഞാനിങ്ങനെ പീസൊക്കെ ആക്കി വെച്ചത്. പിന്നെ രാവിലെ മുട്ട പുഴുങ്ങിയായിരുന്നു. അവർക്ക് അച്ഛനും മോനും കഴിക്കാനുള്ള രീതിയിൽ ഞാൻ കഴിക്കാൻ വേണ്ടി മുട്ട പുഴുങ്ങിയായിരുന്നു. അപ്പോൾ അത് മുട്ട പൊളിക്കുക. അപ്പം ഞാനിപ്പം എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തു, ഷോർട്ട് ഹെയർ ആക്കി. അപ്പം കുറച്ച് ഹെയർ കെയറും കൂടെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഒരു സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഒരു വീഡിയോ ആയിട്ടൊക്കെ ഇടാം എന്നുള്ള രീതിയിലാണ്. അപ്പം നമുക്ക് മീൻകറി വെക്കണം. നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മുഴുത്ത നല്ല ഉണ്ടപ്പനായിട്ടുള്ള മത്തിയായിരുന്നു. അപ്പോൾ അത് പോയി വെട്ടിക്കൊണ്ടൊക്കെ വന്നു. പിന്നെ കറി വെക്കാനായിട്ട് ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് രസം വെക്കാമെന്ന് കരുതി. എന്നിട്ട് നമ്മുടെ മത്തി മുളകിട്ട് പറ്റിക്കാം, അങ്ങനെ ഒരു രീതി തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്കൊരു പാക്ക് ഉണ്ടാക്കാം. ഞാനിത് പാക്കിനായിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഹെയർ പാക്കാണ് കേട്ടോ. എന്നിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ ജഡാമാഞ്ചി ഉണ്ടല്ലോ, ഞാനെൻ്റെ പൗഡറാണ് വാങ്ങിച്ചത് കേട്ടോ, ജഡാമാഞ്ചി. അപ്പോൾ അതിൻ്റെ പൗഡറ്, പിന്നെ അതിനകത്തിലേക്ക് മിക്സ് ചെയ്യാൻ എടുത്തേക്കുന്നത് പാലാണ് കേട്ടോ. പാലെടുക്കാം, തൈരെടുക്കാം. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ നമ്മുടെ മുടിയിലേക്ക് തേക്കാൻ പറ്റുന്നത് അത് എന്ത് വേണമെങ്കിലും നമുക്കതിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഒരു 10-15 മിനിറ്റ് വെച്ചേക്കണം. നമ്മൾ എന്ത് സാധനമായാലും പാക്ക് ഉണ്ടാക്കുമ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെച്ചേക്കണം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ പാക്ക് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ മുടി നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചായിരുന്നു. എണ്ണ തേച്ചിട്ട് പിന്നെ നല്ല രീതിയിൽ ചെടക്കൊക്കെ കളഞ്ഞ് കെട്ടിയതാണ്. പിന്നെ എന്നാലും ഒന്നും കൂടി ഒന്ന് ചീകിയേക്കാമെന്ന് കരുതി ചീപ്പൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മുടിയൊക്കെ ചീകി നല്ല രീതിയിൽ ചീകിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാക്ക് ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ. ഞാനിപ്പോൾ എനിക്ക് മുടി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓരോരുത്തരുടെ മുടിയുടെ അളവിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുത്തോണം കേട്ടോ. ഇപ്പോൾ എടുക്കുന്ന ജഡാമാഞ്ചി നമുക്ക് അങ്ങാടി ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ ദിഗംബരനായിട്ട് കാണുന്ന നിങ്ങൾ പേടിക്കണ്ട, ഞാൻ തലയിലിട്ട പാക്ക് പിരുകത്തും കൂടെ തേച്ചായിരുന്നു. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പം പിന്നെ ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. ഷാമ്പൂ ഇടുന്നവർക്ക് വേണമെങ്കിൽ ഷാമ്പൂ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. ഞാൻ ഷാമ്പൂ ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ എല്ലാം സെറ്റായി കഴിഞ്ഞാണ് ഞാൻ കുളിക്കാനൊക്കെ പോയത്. ചോറ് ഉണ്ട്, ദണ്ട് നമ്മൾ രസം വെച്ചായിരുന്നു. പിന്നെ നമ്മുടെ മത്തിക്കറി നമ്മൾ മുളകിട്ട് പറ്റിച്ചത് കണ്ടോ, നന്നായിട്ട് വറ്റിച്ചെടുത്തത്. പിന്നെ ആണെങ്കിൽ മത്തി ഞാൻ വറുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തെ 2 അയിലയും കൂടെ ഉണ്ടായിരുന്നു വറുത്തത്, അതും ചൂടാക്കി വെച്ചു. പിന്നെ നമ്മുടെ ബീട്രൂട്ട് തോരൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് ഉണ്ണാനായിട്ടിരുന്നു കേട്ടോ. ചോറൊക്കെ കഴിച്ചിട്ട് ലൈവ് പോകണം, അങ്ങനെയൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇതേമാതിരി കുഞ്ഞു വീഡിയോകളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പഴയതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് സ്കിൻ കെയർ ആയിട്ടും ഹെയർ കെയർ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, സ്നേഹപൂർവ്വം, രേഷ്മ.